2 ദിവസത്തേക്ക് പെട്ടെന്നൊന്ന് പ്ലാൻ ഇട്ടാൽ അയോധ്യ ഒന്ന് പോയിട്ട് വരാം. ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് വന്ദേ ഭാരത് ട്രെയിനുണ്ട് അയോധ്യയിലേക്ക്. എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അവിടെ ചെന്ന് നമ്മൾ ഈവനിങ് ആണ് എത്തിയത്. ഈവനിങ് ആകുമ്പോൾ നമുക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് സമയമെടുത്ത് ദർശനം ചെയ്യാനുള്ള സമയമുണ്ട്. മോർണിംഗിൽ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ദർശനം നടത്താം. പക്ഷേ ഈവനിങ് ആണ് നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടും. പതിയെ നമുക്ക് സൗകര്യത്തിന് നല്ലതായിട്ട് ദർശനം ചെയ്യാൻ പറ്റും. പിന്നെ അധികമൊന്നും അവിടെ 2 ദിവസം കാണേണ്ട കാര്യങ്ങൾ അയോധ്യയിലുള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. മെയിനായിട്ട് അവിടുത്തെ മെയിൻ മന്ദിറും പിന്നെ ഒരു ഹനുമാൻ മന്ദിറുണ്ട്. മന്ദിറിലെ ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പം കാണുന്ന ഒരിതാണ് ഇവിടെ ഈ ഏരിയയൊക്കെ ഇങ്ങനെ ആണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് അവിടെ വിതിൻ 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ എല്ലാം അവിടെ കാണാനായിട്ട്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കായിട്ട് ഓട്ടോ കിട്ടും. ഇലക്ട്രിക് ഓട്ടോയിൽ നമുക്ക് കയറി ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് പോകാം. മെയിനായിട്ട് അവിടുത്തെ ഒരു ആരതിയുണ്ട് ഈവനിങ്ങിൽ സരയൂ നദിയുടെ തീരത്ത്. എല്ലാവർക്കും ആരതിയിൽ പങ്കുകൊള്ളാം. പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ആരതി പങ്കെടുക്കാം. പിന്നെ നെക്സ്റ്റ് ഡേ പോകുന്നത് രാജാവിൻ്റെ മഹലുണ്ട്. പണ്ട് കൊട്ടാരം വീഴുന്ന സ്ഥലമാണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അവരുടെ മൂർത്തീസ് ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് തിരിച്ച് വന്ദേ ഭാരതിൽ റിട്ടേൺ ടു ഡൽഹി.